ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നുമില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവെക്കുക. അതേപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവിനുള്ള റവയൊക്കെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ അത് ആ ഒരു പാനിൽ റവയൊക്കെ വേറൊരു പ്ലേറ്റിക്കൊക്കെ മാറ്റിയിട്ട് ആ ഒരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും റെസിപ്പി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ അറിയുന്ന റെസിപ്പിയാണല്ലേ. അപ്പോൾ റവ വറുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. പക്ഷേ എന്തോന്നറിയില്ല, ഭയങ്കര ഒരു മടി പിടിച്ചൊരു ദിവസം കഴിഞ്ഞിട്ട് രാവിലെ. പിന്നെ ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിന് കേട്ടോ. അപ്പോൾ ഓള് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഉഷാറായി. അങ്ങനെ വേഗം റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ എനിക്ക് ഒരാങ്ങളെയും ഒരു അനിയത്തിയാണ് ഉള്ളത്. അപ്പോൾ ഓള് വന്നിട്ടാണെങ്കിൽ കുറേ അയക്കണം. പിന്നെ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ കണ്ടത്. അങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ കുറേ അയക്കണം കേട്ടോ. നോമ്പിനും കൂടി വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഓള് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഓള് വരുന്നൊന്നല്ല കേട്ടോ, വൈകുന്നേരം തന്നെ പോകുമെന്നാണ് പറഞ്ഞത്. കാരണം മക്കൾക്ക് മദ്രസ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനും. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഇനി ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ചു. പിന്നെ വേഗം പാത്രമൊക്കെ കഴുകി പിന്നെ വേഗം ബിരിയാണി ഉണ്ടാക്കിട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ബിരിയാണി ഇത് അവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ഇനിയിപ്പോൾ 10 മണിക്കൊക്കെ വിശക്കുകയാണെങ്കിൽ അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ അനിയത്തി വന്നിട്ടുണ്ടായിന് കേട്ടോ. അനിയത്തി വന്നതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഓളൊട്ടി വർത്താനം പറഞ്ഞിരിക്കാമല്ലോ വിചാരിച്ചിട്ട് എൻ്റെ പണികളൊക്കെ വേഗം തീർത്ത്. പക്ഷേ ഓള് വന്നപ്പോൾ ഓൾക്ക് ഭയങ്കര പണി കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ വാങ്ങിനല്ലോ, കുറേ ദിവസമായി തേങ്ങ വാങ്ങിയിട്ട്. നമ്മൾ കുറച്ച് തേങ്ങ വെട്ടിയിട്ടിട്ടുണ്ടായിന്, പക്ഷേ അത് കുറച്ചുള്ളൂ. അപ്പോൾ ആട്ട മാത്രമല്ലേ ഇനി. അപ്പോൾ ഞാൻ അങ്ങനെ അടുത്ത വീട്ടിൽ തേങ്ങ ഇട്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് വാങ്ങിയിനി. അത് ഇവിടെ പോർച്ചിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കുറേ ദിവസത്തേക്കണം. അപ്പോൾ അത് പൊളിച്ചിടേ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മഴയായല്ലോ. പിന്നെ എനിക്ക് ഓരോ തിരക്കായിട്ട് അത് പൊളിച്ചിടാനൊന്നും പറ്റിയിട്ടില്ല ഇനി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ഓളും തേങ്ങ വെട്ടിയിട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഓളെ തേങ്ങ പാട്ടി വെളിച്ചെണ്ണ ആയി എന്ന് പറഞ്ഞ് എൻ്റെത് ഇപ്പോഴും ഇവിടെ ഇട്ടേക്കല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് നുള്ളിപ്പൊറുക്കി പറഞ്ഞാൽ അതൊക്കെ എടുത്ത് പൊളിച്ച് തേങ്ങയൊക്കെ വെയിലത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വിറകുണ്ടായിനി ചതൽ പിടിച്ചത്. അപ്പോൾ അമ്മ അതൊക്കെ അട്ടിമെന്നൊക്കെ താഴത്തേക്ക് ഇട്ടിട്ടുണ്ടായിനി, അതൊന്ന് റെഡിക്ക് വെക്കാന്നൊക്കെ പറഞ്ഞാണ്ട്. അങ്ങനെ ഓള് വന്നപ്പോഴേ ഓള് പണിയെടുത്തുകൊണ്ട് ഓളോട് ഞാൻ പറഞ്ഞു ഒന്നും എടുക്കാണ്ട് അങ്ങോട്ട് പോര് പറഞ്ഞാൽ ഓള് കേൾക്കില്ല. അങ്ങനെ എല്ലാവരും കൂടി അതൊക്കെ റെഡിയാക്കി. പിന്നെ ഒരു 12:15 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആവണുള്ളൂ. എന്നാലും ഞാൻ കുട്ടികളൊക്കെ വിളിച്ചിരുത്തിയാണ്ട് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച സ്പെഷ്യലും അനിയത്തി വന്നിട്ടുള്ള സ്പെഷ്യലൊക്കെ ആയിട്ട് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് ഞാൻ ദിവസമൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു വ്യാഴാഴ്ച അവൾ വന്നിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച കുട്ടികൾക്ക് മദ്രസ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം പോയാൽ മതി, എന്നാൽ ഒരു ദിവസം കുട്ടികൾക്ക് നിൽക്കും ചെയ്യാനും. ഇതിപ്പോൾ ഇങ്ങനെ വന്നു പോകുമ്പോൾ ഒരു ഇടങ്ങേറാണ്. കുട്ടികൾക്കും തന്നെ പോകാനും ഇഷ്ടമല്ല. ഇവിടുത്തെ മക്കൾക്കാണെങ്കിൽ ഓരോ പറഞ്ഞയക്കണതും ഇഷ്ടമല്ല പറഞ്ഞ പോലെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഇതാ ഉച്ചക്ക് ഇരുന്നിട്ട് പിന്നെ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ വീഡിയോയിലൊക്കെ കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത്. ഇന്നലെ ഞാനൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇട്ടീനി, ചെറിയ വീഡിയോസ് ഇട്ടീനി. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊന്നും വല്ലാതെ നമുക്ക് വ്യൂസും കിട്ടൂല, പിന്നെ നിങ്ങൾക്കൊന്നും കാണാനും താല്പര്യമില്ല തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ കുറച്ചൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ എടുത്തത് അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഒന്ന്. പിന്നെ അടുത്ത വീട്ടിൽ നിന്നൊരു ചക്ക തന്നിട്ടുണ്ടായിനി. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് ചക്ക കൂട്ടാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ആ ചക്ക മുറിച്ചിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് ഓൾക്ക് ഇങ്ങനെ ചക്ക എത്തി ചോളയൊക്കെ ആക്കിയിട്ട് നമ്മൾ കവറിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ചെടുത്തിട്ട് ഉമ്മ അത് അവിടെ കൂട്ടാനും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഓൾക്ക് ചക്ക കൂട്ടാൻ കൊടുക്കും ചെയ്യാമെന്ന് പറഞ്ഞാണ്ട്. ഓൾക്ക് ഈ ചക്ക കൂട്ടാൻ പുള കൂട്ടാൻ അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഏതായാലും ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചായയൊക്കെ കുടിച്ച് പിന്നെ കുട്ടികൾക്ക് ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഒക്കെ കുടിച്ച് ഒക്കെ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് തേങ്ങയൊക്കെ പൊളിച്ച് വെയിലത്തിട്ട് തന്നുകൊണ്ട് ഇപ്പോൾ നല്ല മഴയാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ വാരിച്ചപ്പോൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനൊക്കെ സുഖമാണ് കേട്ടോ. ഓളെ വീട് പൂക്കോട്ടുംപാടത്താണ്. പിന്നെ നമ്മളെ ഇവിടുന്ന് 15 രൂപയുള്ളൂ ബസ് ചാർജ്. അപ്പോൾ ഞങ്ങൾക്ക് കാണാനൊക്കെ പുതിയ സമയത്ത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരികയൊക്കെ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോവാൻ ഇഷ്ടമല്ല. പിന്നെ ഉപ്പച്ചിക്ക് വിളിച്ചു നോക്കുക നാളെ പോവാന്നൊക്കെ പറഞ്ഞാണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനി മദ്രസ് മുടക്കണ്ടെന്ന് പറഞ്ഞാണ്ട് പിന്നെ ഓളെ രണ്ടാമത്തെ കുട്ടീനെ ഇപ്പോൾ മദ്രസിൽ ചേർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഓനെ കള്ളത്തരം പഠിപ്പിക്കണ്ടെന്നും പറഞ്ഞ് പിന്നെ മറ്റന്നാളെ സ്കൂളും തുറക്കല്ലേ, ഇപ്പം ഇനി തിങ്കളാഴ്ച സ്കൂളും തുറക്കൂലേ. എന്തായാലും ഓളും മക്കളും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മഞ്ജുമോളും റിച്ചുമോനും ഓളെ കൊണ്ടാക്കാൻ വേണ്ടിയാണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോവാം കേട്ടോ ഓരോ കൂടെ. നമ്മളിവിടെ നിന്ന് നടക്കാൻ കുറച്ചുള്ളൂ കേട്ടോ, ഒരു 2-3 മിനിറ്റ് ഉള്ളൂ നടക്കാൻ. അപ്പോൾ അതാ നമ്മളെ പിന്നെ മൂന്നൂസ് പോയപ്പം എനിക്കും ഉമ്മാക്കൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരുന്നുണ്ട് കേട്ടോ. പോവാനാണെങ്കിൽ പൂതിയില്ല, എന്നാലും ഇനി സ്കൂളില്ലാത്ത ടൈമിൽ വരാൻ പെരുന്നാൾക്ക് വരാമെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഒരു പോയി. നല്ല ഇടി മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴ ആയതുകൊണ്ട് തേങ്ങ ഉണങ്ങണ കാര്യം നല്ല ഗതികേടേക്കാരം. അപ്പോൾ ഓളന്നെ ഐഡിയ ഒക്കെ പറഞ്ഞന്ന് പോയിക്കണം കേട്ടോ. തേങ്ങ പിന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഫാൻ ഇട്ട് വെച്ചാൽ മതി, എന്നിട്ട് രാവിലെ ഫാൻ ഓഫ് ആക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ വെള്ളമൊക്കെ ഇപ്പോൾ തന്നെ വറ്റിയിട്ടുണ്ട്. നല്ല മൂത്ത തേങ്ങ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒട്ടലും കാര്യമൊന്നും വരില്ല, അങ്ങനെ തുറന്ന് വെച്ചാണ്ട് ഫാൻ ഇട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാത്രി ഞങ്ങൾ അങ്ങനെ ചെയ്തേക്കേന് കേട്ടോ. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഫാനൊക്കെ ഇട്ട് വെച്ചു. പിന്നെ പിറ്റേ ദിവസം ഇതിപ്പോൾ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച കുറച്ച് നേരം വെയിൽ കിട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ പെരും മഴയിനി. അപ്പോൾ ഓൾ പറഞ്ഞ പോലെ ഫാനിൻ്റെ ചോട്ടിലിട്ടിട്ട് തേങ്ങക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. തേങ്ങ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉമ്മ ഇനിയിപ്പോൾ നാളെ പോകും. നാളെ എനിക്ക് ക്ലാസ്സും ഉണ്ട് ഞായറാഴ്ച. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ പോണില്ല, അടുക്കത് ചൂഴ്ന്നൊക്കെ തരാൻ പറഞ്ഞാണ്ട് അരിഞ്ഞിട്ട് തരാം, എന്നിട്ട് ഫാനിൻ്റെ ചോട്ടിലിട്ടാൽ മതി. എനിക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഇനി ഓരോ പണികളല്ലേ കാരണം എനിക്കും വേറെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കൂടില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഇനി ഇത് കേടെത്തും എന്നൊക്കെ പറഞ്ഞാണ്ടേ ഉമ്മ ഇങ്ങനെ ചൂഴ്ന്നാണ്ട് പിന്നെ ഇത് അരിഞ്ഞൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കൂടിയിട്ടുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടിയാണ്ട് അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇത് തിന്നാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളോട് ഞാൻ നിങ്ങൾ തിന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഞാനിത് ചൂലിനനുസരിച്ചിട്ട് ഞാൻ ഓരോ കഷ്ണം എടുത്താണ്ട് വായിലിടുന്നുണ്ട്. അപ്പോൾ ഉമ്മ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഇതേപോലെ തേങ്ങ വെട്ടിയിട്ടിട്ട് മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഫാനിൻ്റെ ചോട്ടിലിട്ട് വെച്ചാൽ ഒരു കുഴപ്പവും പറ്റില്ല കേട്ടോ. എന്താ തേങ്ങക്ക് കളർ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ 2 ദിവസമായിട്ട് നമ്മളെ തേങ്ങ പിന്നെ ഉണക്കാട്ടിട്ട് ഫസ്റ്റത്തെ ദിവസം ചെറുതായിട്ടല്ല, ഫസ്റ്റത്തെ ദിവസം നല്ല വെയിൽ കിട്ടി. പിന്നെ നമ്മൾ പിന്നെ ഫാനിൻ്റെ ചോട്ടിലിട്ട് വെച്ച് രാത്രി നേരം വെളുക്കോളം അങ്ങനെ ചെയ്ത് പിന്നെ വെയിൽ വന്നപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിൽ തട്ടിച്ച് പിന്നെ വീണ്ടും മഴയൊക്കെ പെയ്തപ്പോൾ പിന്നെ വെയിൽ കിട്ടിയില്ലല്ലോ, അപ്പോഴും ഇതേപോലെ ഫാനിൻ്റെ ചോട്ടിലിട്ടേക്കാണ് കേട്ടോ. എന്നാലും നമ്മൾ തേങ്ങക്കിപ്പോൾ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നാളെ വെയിലരച്ചാണെങ്കിൽ വെയിലത്തേക്ക് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ഉണക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ നമ്മളെ ആ താഴെ ഭാഗത്തുള്ള തെങ്ങും തോട്ടമൊക്കെ ഉണ്ടല്ലോ, നമ്മളതല്ല കേട്ടോ, വേറെ ആൾക്കാരതാണ്. പറയുമ്പോൾ ഞാൻ നമ്മളത് പറയും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാട് വെട്ടണുണ്ട് ഇനിയും. അപ്പോൾ കാടൊക്കെ വെട്ടിയിട്ട് നല്ല വെളിച്ചമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ആ തലവരെ കാണും. അങ്ങനെ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നു. ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ ഇൻഷാ